മോഹൻലാലിന്റെ വരാൻ പോകുന്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിലീസാകാൻ പോകുന്ന ചിത്രങ്ങളും അതുകൂടാതെ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് ഇനി മോഹൻലാൽ കമ്മിറ്റ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾക്ക് വരെ എന്നതാണ് അത്ഭുതകരമായി നോക്കി കാണുന്നത്. കാരണം മോഹൻലാലുമായി കൈകൊടുക്കാൻ നിൽക്കുന്നത് ഒരുപിടി യുവ സംവിധായകരാണ്, അതും സക്സസ്ഫുൾ ആയ യുവ സംവിധായകർ. അവർക്കൊപ്പം മോഹൻലാൽ എത്തുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ ആരാധകരും. ആ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഗംഭീര സംവിധായകർ മോഹൻലാലിനൊപ്പം ചേരാൻ പോകുന്നു. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ സദാശിവനൊപ്പമുള്ള മോഹൻലാലിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ കൊണ്ടെത്തിച്ചത്. ഇത് കണ്ടപ്പോൾ മുതൽ രാഹുൽ സദാശിവന്റെ മോഹൻലാൽ ചിത്രമോ എന്ന രീതിയിൽ ചോദിക്കുകയുണ്ടായി. എന്നാൽ രാഹുൽ സദാശിവൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രണവ് മോഹൻലാൽ ചിത്രമാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒരു കൺഫർമേഷൻ എന്ന രീതിയിൽ വന്നിട്ടില്ലെങ്കിലും ഉറപ്പായും സംഭവിക്കാൻ പോകുന്ന ഒരു ചിത്രം എന്ന് തന്നെ പറയാം. പ്രണവ് മോഹൻലാലുമായി സിനിമ ചെയ്യാൻ പോകുന്ന രാഹുൽ സദാശിവൻ മോഹൻലാലിനെ മീറ്റ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിൽ വേണമെങ്കിൽ കാണാമെന്ന രീതിയിലാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും പ്രണവ് മോഹൻലാൽ തന്റെ സേഫ് സോൺ വിട്ട് കളിക്കാനുള്ള പുറപ്പാട് തന്നെയാണ്. സേഫ് സോണുകൾ നേരത്തെ തന്നെ തകർത്തെറിയണമെന്ന് പ്രണവ് മോഹൻലാൽ തീരുമാനിച്ചതാണ്. തനിക്കൊരു നെഗറ്റീവ് കഥാപാത്രം ചെയ്യണമെന്ന് വരെ പ്രണവ് മോഹൻലാൽ പറഞ്ഞു വെച്ചു. എന്നാൽ രാഹുൽ സദാശിവനൊപ്പം പ്രണവ് മോഹൻലാൽ ഒന്നിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നതും ആ സേഫ് സോൺ തകർക്കൽ തന്നെയാണ്. ഹൃദയവും വർഷങ്ങൾക്ക് ശേഷവും ഒക്കെ ഒരു സേഫ് സോൺ കളി തന്നെയായിരുന്നു. പക്ഷേ ഈ രണ്ട് സിനിമകളും ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റായി മാറുകയും ചെയ്തു. പ്രണവിന്റെ പ്രകടനത്തെക്കുറിച്ചും പലരും എടുത്തു പറയുകയും ചെയ്തിരുന്നു. സിനിമയില്ലാത്ത സമയത്ത് യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രണവിന്റെ യാത്രകൾ അത് കഴിഞ്ഞ് സംഭവിക്കുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ആള് തിരിച്ചെത്തി. കൂടാതെ തെലുങ്കിലേക്കും അരങ്ങേറ്റം കുറിക്കാൻ താരം പോകുന്നുണ്ട് എന്ന റൂമറുകളും വന്നിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവന്റെ ചിത്രത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നത്. മുൻ ചിത്രങ്ങളെ പോലെ ഈ സിനിമയും ഹൊറർ ജോണറിലേതാകുമെന്ന് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ഹൊറർ ജോണർ എന്ന് പറയുന്നതിനപ്പുറം ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ്. തൃശൂർ, പാലക്കാട്, കൊച്ചി എന്നിവിടങ്ങളിലാണ് ലൊക്കേഷൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ബറോസിന് ശേഷമായിരിക്കും ഈ ചിത്രത്തിന്റെ അപ്ഡേറ്റ് വരിക എന്നാണ് ചില സൂചനകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് മോഹൻലാലും രാഹുൽ സദാശിവനും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുത്തതും. എന്നാൽ മോഹൻലാൽ ഇനി ചെയ്യാൻ പോകുന്നത് ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാട് ചിത്രമാണ്. രാഹുൽ സദാശിവനൊപ്പം കണ്ടപ്പോൾ ഇനി ഏതെങ്കിലും ഒരു മോഹൻലാൽ ചിത്രം സംഭവിക്കുന്നുണ്ടോ എന്ന് പ്രേക്ഷകർ ചോദിക്കുമ്പോൾ പ്രണവ് മോഹൻലാൽ ചിത്രമാണ്. അത് സക്സസ് ആയാൽ എന്തായാലും പ്രതീക്ഷിക്കാം മോഹൻലാലും ഒപ്പമുള്ള ചിത്രമെന്നാണ് അവരുടെ വാക്കുകൾ. പ്രതീക്ഷകൾ കൈവിടുന്നില്ല. ഇപ്പോഴെന്തായാലും മോഹൻലാൽ മുംബൈയിലാണ്. ഋഷഭ എന്ന ചിത്രത്തിന്റെ വർക്കുകളുമായി ബന്ധപ്പെട്ടാണ് മുംബൈയിൽ എത്തിയത് എന്ന് പറയുമ്പോൾ തന്നെ YRF സ്റ്റുഡിയോസിൽ നിന്നും മോഹൻലാൽ ഒരു ചർച്ചകൾക്ക് ശേഷം ഇറങ്ങി വന്നത് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു ആരാധകർ. ഇതിനൊക്കെ ശേഷം ഉടൻ തന്നെ മോഹൻലാൽ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. 2025 ജനുവരി മധ്യത്തോടുകൂടി ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലേക്ക് മോഹൻലാൽ ജോയിൻ ചെയ്യും. ഈ ചിത്രത്തിന്റെ ഒരു ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം മോഹൻലാൽ പിന്നീട് റീജോയിൻ ചെയ്യാൻ പോകുന്നത് MN എന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യാൻ പോകുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒരുമിക്കുന്ന ചിത്രത്തിലാണ്. ഒരു കൗതുകം എന്തെന്നാൽ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ മോഹൻലാൽ എത്തുമ്പോൾ പുതിയൊരു ലുക്കിലായിരിക്കും. താടിയൊക്കെ വടിച്ചു കളഞ്ഞ് ഒരു ഗംഭീര ലുക്കിൽ എത്തും എന്ന റൂമറുകളാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഭരിക്കുന്നത്. ഒരു വ്യത്യസ്ത ലുക്ക് ഉണ്ടാകുമെന്ന് സംവിധായകനും അണിയറപ്പുറത്തരും ഒക്കെ സ്ഥിരീകരിച്ചു. അത് എങ്ങനെയുള്ളതാണ് എന്നതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച. മോഹൻലാൽ താടിയെടുക്കാൻ പോകുന്നു എന്ന രീതിയിൽ തന്നെയാണ് ട്രേഡ് അനലിസ്റ്റുകളൊക്കെ പറയുന്നത്. വ്യത്യസ്തമായ ഒരു ലുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. താടിയില്ലാത്ത ലുക്ക് മോഹൻലാൽ ഹൃദയപൂർവ്വത്തിൽ എത്തുമ്പോൾ അതേ രൂപത്തിൽ തന്നെയായിരിക്കും മഹേഷ് നാരായണൻ മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിലും മോഹൻലാൽ എത്തുക. ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം മോഹൻലാൽ റീജോയിൻ ചെയ്യുന്നത് ഇതേ ലുക്കിൽ മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന ചിത്രത്തിലായിരിക്കും. അങ്ങനെ രണ്ട് ചിത്രത്തിൽ മോഹൻലാൽ പുതിയ ലുക്ക് പിടിക്കാൻ പോവുകയാണ്. അതിനു മുന്നേ കണ്ടിന്യൂറ്റി ഉള്ള ചിത്രങ്ങളുടെ ഭാഗങ്ങളാണ് മോഹൻലാൽ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നതാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ ഭാഷ്യം.